അമ്മയോടൊപ്പം ആരാധിക്കാം, കാരുണ്യനാഥനെ ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ ആപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീട് വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീണാൾ വാഴണം. ആരാധന, 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 ആരാധന. രണ്ട് കൈകളും ഉയർത്തി എല്ലാവരും വിളിച്ചാരാധിക്കാം. ഒന്ന് ചേർന്ന് ആരാധിച്ച് കൈകൾ കൂപ്പിക്കൊണ്ട് യേശുവേ ആരാധന, എല്ലാവരും ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന, നമ്മളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് യേശുവേ ആരാധന, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് യേശുവേ ആരാധന, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് യേശുവേ ആരാധന, സമ്പൂർണമായും സമർപ്പിച്ച് യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മിശിഹായാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് പ്രത്യേകമായ വിധത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും കർത്താവിനെ ആരാധിച്ചും അമ്മയുടെ ജനന തിരുനാൾ സമുചിതമായ വിധത്തിൽ ആഘോഷിക്കാൻ ഒരുങ്ങിയാണ്. 5-ാം സുദിനമായ ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ വചനം ശ്രവിക്കുന്നതും ധ്യാനിക്കുന്നതും പരിശുദ്ധ മാതാവ് തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന സഹനങ്ങളുടെ അവസരങ്ങളാണ്. എപ്പോഴൊക്കെയാണ് മാതാവ് സഹനങ്ങളെ അഭിമുഖീകരിച്ചതെന്നും ആ സഹനങ്ങളുടെ നേർക്കുള്ള മാതാവിൻ്റെ മനോഭാവം എങ്ങനെയായിരുന്നുവെന്നും നമ്മൾ തിരിച്ചറിയണം. നമുക്കെല്ലാവർക്കും അറിയാം, മാതാവ് തൻ്റെ ജീവിതത്തിലുടനീളം സഹനപാതയിലൂടെയാണ് കടന്നു പോയത് എന്ന്. എന്നാൽ അതിൽ നിന്ന് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും മാതാവിൻ്റെ ജീവിതത്തിലെ സഹനങ്ങളുടെ 7 സന്ദർഭങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്കറിയാം, പരിശുദ്ധ മാതാവ് തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്ന സന്ദർഭം. ലൂക്കാട് സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ കാലിത്തൊഴുത്തിൽ മാതാവ് ഉണ്ണിയേശുവിന് ജന്മം നൽകുന്ന ഭാഗം ഇപ്രകാരമല്ലേ: അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു, അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം വേദനാജനകമായ ഒരു സന്ദർഭമായിരുന്നു പരിശുദ്ധ മാതാവിനെ സംബന്ധിച്ച് തൻ്റെ കടിഞ്ഞൂൽ പുത്രന് ജന്മം കൊടുത്ത ആ സന്ദർഭം. ദാരിദ്ര്യത്തിൻ്റെ പരകോടി, ഇല്ലായ്മയുടെ നിറവായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒന്നുമില്ലായ്മയിൽ പരിശുദ്ധ മാതാവ് അങ്ങേയറ്റം സഹിച്ച അവസരം.
പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് നമ്മുടെ ഭാരതത്തിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും ഇങ്ങനെ ഇല്ലായ്മ കൊണ്ട് പൊറുതിമുട്ടി ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തി ജീവിക്കുന്നത്. ഈ മഹാമാരി മൂലം ജോലി നഷ്ടപ്പെട്ടവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. അത് ടാക്സി ഓടിപ്പിക്കുന്നവരായാലും, ബസ് കൊണ്ട് ഉപജീവനം നടത്തുന്നവരായാലും, ടൂറിസം മേഖലയിലുള്ളവരായാലും, വഴിയോര കച്ചവടക്കാരായാലും, ചെറിയ ചെറിയ ബിസിനസ് നടത്തുന്നവർ, ഏത് വിഭാഗത്തിലുള്ളവരായാലും പ്രിയപ്പെട്ടവരെ, അവർക്കൊക്കെ ഉപജീവന മാർഗം ഏകദേശം നിലച്ചുപോലെയായിട്ട് അങ്ങേയറ്റം സഹനത്തിൻ്റെ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സന്ദർഭത്തിലാണ് പരിശുദ്ധ മാതാവ് ഇങ്ങനെ ദാരിദ്ര്യവും ഇല്ലായ്മയും അരക്ഷിതാവസ്ഥയും അനുഭവിച്ച് ജീവിച്ചപ്പോഴൊക്കെ എങ്ങനെയാണ് മാതാവ് ഇതിനെ സ്വീകരിച്ചതെന്നും ഈ സഹന പർവ്വങ്ങളിലൂടെ പരിശുദ്ധ മാതാവ് കടന്നുപോയപ്പോൾ മാതാവിൻ്റെ മനോഭാവം എന്തായിരുന്നുവെന്നും പരിശുദ്ധമ്മയ്ക്ക് അറിയാമായിരുന്നു. പിതാവായ ദൈവം അറിയാതെ ഒന്നും തന്നെ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന്. അതുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കാതെ, നിരാശപ്പെടാതെ പരിശുദ്ധ മാതാവ് സഹനങ്ങളെയൊക്കെ ഇല്ലായ്മകളെയൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ ദൈവവചനത്തിൽ കാണുന്നുണ്ട്. രണ്ടാമതായി മാതാവിൻ്റെ സഹനം ഇപ്രകാരമല്ലേ? ശിമയോൻ്റെ പ്രവചനമാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 34-35 വചനത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. പരിശുദ്ധ മാതാവ് ഉണ്ണിയേശുവിനെക്കുറിച്ച് ശിമയോൻ പറഞ്ഞ ഈ വാക്കുകൾ കേട്ട് അങ്ങേയറ്റം സഹനം ഉള്ളിൽ കടിച്ചൊതുക്കി. കാരണം ഇതാണ്, എന്തൊക്കെയാണ് ഈ കുഞ്ഞു കാരണം സംഭവിക്കാൻ പോകുന്നത്. ഇനി ഉള്ളിലൂടെ വാൾ തുളച്ച് കയറുമെന്ന് പറഞ്ഞപ്പോൾ അത് ഏത് തരത്തിലുള്ള വേദനാജനകമായ അനുഭവമായിരിക്കും തരാൻ പോകുന്നത്. ഇതൊക്കെ ഓർത്ത് അങ്ങേയറ്റം സഹനം ഉള്ളിൽ ഒതുക്കേണ്ടി വന്ന സന്ദർഭമായിരുന്നു പരിശുദ്ധ മാതാവിന് ഈ ഒരു അവസരം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിച്ച വ്യക്തിയായതുകൊണ്ട് ശിമയോനോട് ഒരു ചോദ്യവും ചോദിച്ചില്ല. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്, അത് എങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ സഹിക്കേണ്ടി വരുന്നത്, ഒന്നും ചോദിച്ചില്ല. കാരണം പരിശുദ്ധ മാതാവ് 100% ദൈവത്തിൽ ആശ്രയം വെച്ച വ്യക്തിയായിരുന്നു. മൂന്നാമത് നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധ മാതാവും ഉണ്ണിയേശുവും യോസേപ്പിനോടൊപ്പം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാം വചനം. കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ജനിച്ചു വളർന്ന വീട്, നാട്, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സാഹചര്യങ്ങൾ ഇതൊക്കെ വിട്ടുപേക്ഷിച്ചിട്ടാണ് പാതിരാത്രിയിൽ പരിശുദ്ധ മാതാവ് ഉണ്ണിയേശുവുമായി ജോസഫിൻ്റെ സംരക്ഷണയിൽ കണ്ടിട്ടോ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാത്ത ഒരു ദേശത്തേക്ക് ഓടി രക്ഷപ്പെടുന്നത്. നമുക്കറിയാം, ഇവർ ജീവിച്ച ആ സ്ഥലത്ത് നിന്ന്, ജെറുസലേമിൽ നിന്ന് ഈജിപ്തിലെത്താൻ 700 കിലോമീറ്ററിൽ കൂടുതലുണ്ട്. കാൽനടയായിട്ട് ഇത്രയേറെ സ്ഥലം എത്തിച്ചേരാനായിട്ട് സഹിച്ച വേദന, അതിൻ്റെ സഹനത്തിൻ്റെ ഉൾക്കാമ്പ് എത്രയോ അധികമായിരിക്കും. എന്നിട്ടും മനസ്സ് മടുക്കാതെ, ഒരു തരത്തിലും ഒരു മടുപ്പ് ജീവിതത്തിൽ കാണിക്കാതെ മാതാവ് യോസേപ്പ് പിതാവിനോടൊപ്പം ഉണ്ണിയേശുവിനെയും കൊണ്ട് പലായനം ചെയ്ത് വിദേശത്തെത്തിച്ചേർന്നു. പ്രിയപ്പെട്ടവർ, ഇത് വായിച്ച് ധ്യാനിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഓരോരുത്തരും ഓർക്കണം, ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ എന്തുമാത്രം ജനലക്ഷങ്ങളാണ് അന്ന് വരെയും ജോലി ചെയ്തിരുന്ന പട്ടണങ്ങളിൽ നിന്ന്,
ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി തങ്ങളുടെ സ്വന്തം ഗ്രാമദേശങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, കുറേ അധികം പേര് വഴിയിൽ തളർന്നു വീണു. ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വഴിയിൽ പിടഞ്ഞു വീണും മരിച്ചു. കുറേ പേര് വാഹനമിടിച്ച് മരിച്ചു. നടക്കാൻ പറ്റാതെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ഇങ്ങനെ വലിയ ദുരിതങ്ങളിലൂടെ കടന്നുപോയി. പരിശുദ്ധ മാതാവും ഈ സഹനം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇന്ന് പലായനങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ, കടൽ കടന്നും മരുഭൂമികൾ താണ്ടിയും ഒക്കെ പോകുമ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളല്ലേ ഈ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്തൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാവ് സഹിച്ച ആ പലായനത്തിൽ സഹിച്ച സഹനങ്ങളെ നമ്മളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതല്ലേ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് നാലാമതായിട്ട് പരിശുദ്ധ മാതാവ് സഹിച്ച സഹനങ്ങൾ. 12-ാം വയസ്സിൽ ഉണ്ണിയേശുവിനെ കാണാതാകുന്നതാണ്. ദേവാലയത്തിൽ തിരുനാളിന് പോയിട്ട് അവിടെ വെച്ച് കാണാതാകുന്ന സന്ദർഭം വിശുദ്ധ ലൂക്കാട് സുവിശേഷം 2-ാം അധ്യായം 45-42 മുതൽ 45 വരെയുള്ള വചനഭാഗങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ചവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണാകയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് പോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടുമുട്ടി. വെറും 12 വയസ്സുള്ള തങ്ങളുടെ മകനെ ഈ വലിയ ജനക്കൂട്ടത്തിൻ്റെ തിരക്കിൽപ്പെട്ട് 3 ദിവസം കാണാതായി എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് പരിശുദ്ധ മറിയം സഹിച്ച സഹനങ്ങൾ എന്തുമാത്രമായിരിക്കും. നമുക്ക് ചിന്തിക്കാനോ ഊഹിക്കാനോ വർണ്ണിക്കാനോ പറ്റാത്ത വിധത്തിൽ സഹനത്തിൻ്റെ നെരിപ്പോടിലൂടെ പരിശുദ്ധ മാതാവ് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സഹനം അതിൻ്റെ എല്ലാ രൂപത്തിലും ഭാവത്തിലും അനുഭവിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യാമാതാവ്. വീണ്ടും 5-ാമതായി നമ്മൾ കാണുന്നത് പരിശുദ്ധ മാതാവും യേശുവും കുരിശിൻ്റെ വഴിയിൽ കണ്ടുമുട്ടുന്ന രംഗമാണ്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഈശോ കുരിശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ വഴിയിൽ വെച്ച് മാതാവ് തൻ്റെ മകനെ കാണുന്നു. ഈ ഹൃദയഭേദകമായ അവസരത്തിലും മാതാവ് ചഞ്ചല ചിത്തയായില്ല. പിതാവായ ദൈവത്തെ പ്രാഗിയില്ല. തൻ്റെ മകനോട് പറഞ്ഞില്ല ഈ കുരിശ് വേണ്ട എന്ന്. സഹനങ്ങളെയൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട് തൻ്റെ പുത്രനെ സപ്പോർട്ട് ചെയ്ത് ശക്തിപ്പെടുത്തുകയാണ് പരിശുദ്ധ അമ്മ ചെയ്തത്. വീണ്ടും 6-ാമതായി നമ്മൾ കാണുന്നത് ഈശോയുടെ കുരിശ് മരണമാണ്. ആ കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധ മാതാവും മറ്റ് സ്ത്രീകളൊക്കെ നിൽക്കുമ്പോൾ ലൂക്കാട് സുവിശേഷം 23-ാം അധ്യായം 46-47 വചനത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. ഏത് അമ്മയ്ക്കാണ് പ്രിയപ്പെട്ടവരെ സഹിക്കാൻ പറ്റുന്നത്? അമ്മയുടെ കൺമുൻപിൽ വെച്ച് സ്വന്തം മകൻ എല്ലാ തരത്തിലും പരിഹസിക്കപ്പെട്ട് വേദന സഹിച്ച് ഏറ്റവും ക്രൂരമായി മരണത്തിന് കീഴടങ്ങുന്ന കാഴ്ച. എന്നിട്ടും ഈ അമ്മയുടെ ചങ്ക് പൊട്ടിപ്പോയില്ല. അമ്മയുടെ ഹൃദയം തകർന്നില്ല. ഈ സഹനത്തെയും അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 7-ാമതായിട്ടും അവസാനമായിട്ടും നമ്മൾ കാണുന്നത് ഇങ്ങനെ കുരിശിൽ മരിച്ച തൻ്റെ മകൻ്റെ മൃതദേഹം പരിശുദ്ധ അമ്മ കുരിശിൽ നിറക്കി സ്വന്തം മടിയിൽ സ്വീകരിച്ചു കിടത്തി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എല്ലാ സഹനങ്ങളെയും ജീവിതത്തിൽ സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമാണ് പരിശുദ്ധ കന്യാമാതാവ് സ്വന്തം മകൻ്റെ മൃതദേഹം മടിയിൽ സ്വീകരിച്ച് മടിയിൽ കിടത്തുന്നത്. എന്താണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്? ദൈവം അറിയാതെ ഒരു സഹനവും ജീവിതത്തിൽ സംഭവിക്കില്ല. സഹനങ്ങളെ
തട്ടിമാറ്റുകയല്ല, രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. മക്കളെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഈ അമ്മ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഈ സഹനത്തിൻ്റെ ഉദാത്തമായ മാതൃക ജീവിതത്തിൽ പകർത്തുവാൻ കർത്താവിനെ വിളിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും തുറന്നു പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കർത്താവേ, അതൊക്കെ ഒരു ആരാധനയായി സമർപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവിതത്തിലെ ഏത് തരത്തിലുള്ള സഹനങ്ങളായാലും അവയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അങ്ങ് അറിഞ്ഞുകൊണ്ടാണല്ലോ കർത്താവേ. ഇരു കരങ്ങൾ ഉയർത്തുക മക്കളെ, ഇരു കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി എന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, സഹനങ്ങളൊക്കെയും കാഴ്ചകളാക്കി കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കാം. കൈകൾ കൂപ്പിക്കൊണ്ട് സഹനങ്ങളൊക്കെയും കാഴ്ചകളാക്കി കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് സഹനങ്ങളൊക്കെയും കാഴ്ചകളാക്കി കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് സഹനങ്ങളെയും ഒരു കാഴ്ച പോലെ സമർപ്പിച്ച് അങ്ങയെ ആരാധിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, അതാണല്ലോ അമ്മ ഞങ്ങൾക്ക് ജീവിതത്തിലൂടെ കാണിച്ചു തന്നത്. ജീവിതത്തിൻ്റെ ദാരിദ്ര്യ ദുഃഖം ഉണ്ടായപ്പോൾ, ഒന്നുമില്ലായ്മയുടെ അവസരത്തിൽ സ്വന്തം നാടും വീടും ഒക്കെ വിട്ട് വിദേശത്തേക്ക്, അന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു ദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നപ്പോഴും ആ സഹനങ്ങളെയൊക്കെ കർത്താവെ അങ്ങേ കൈകളിലേക്ക് ഒരു കാഴ്ച പോലെ സമർപ്പിച്ചാണല്ലോ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഈ വലിയ മാതൃക ഞങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടായാലും സങ്കടങ്ങൾ ഉണ്ടായാലും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നതൊക്കെ വിട്ടുപേക്ഷിക്കേണ്ടി വരുമ്പോഴും മാതാവേ, അമ്മയോട് ചേർന്ന് ആ സഹനങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കാഴ്ചയായി സമർപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തുക മക്കളെ, ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി വലിയ വിഷമം അനുഭവിക്കുന്നവര്, സ്വന്തമായി ഭവനമില്ലാത്തവരുടെ സഹനങ്ങൾ, ജോലി നഷ്ടപ്പെട്ടവരുടെ സഹനങ്ങൾ, ഇല്ലായ്മയുടെ സഹനങ്ങൾ, ദാരിദ്ര്യത്തിന്റെ സഹനങ്ങൾ, അങ്ങനെയൊക്കെ സഹിക്കുന്ന എല്ലാ മക്കളുടെ സഹനങ്ങളെയും ഒരു കാഴ്ചയായി സമർപ്പിച്ച് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. മാതാവിനോട് ചേർന്ന് ആരാധിക്കാം. വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, സഹനങ്ങളൊക്കെയും കാഴ്ചകളാക്കി കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കാം. കരങ്ങൾ കൂപ്പിക്കൊണ്ട് സഹനങ്ങളൊക്കെയും കാഴ്ചകളാക്കി കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കാം. എൻ്റെ ഈശോയെ, പരിശുദ്ധ അമ്മ ജീവിതത്തിലെ ഏത് സഹനങ്ങളെയും സ്വീകരിച്ച് പിതാവായ ദൈവത്തിന് ഒരു കാഴ്ചയായി സമർപ്പിച്ചതുപോലെ സഹനങ്ങളെയൊക്കെ കാഴ്ചകളാക്കി സമർപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ശിമയോന്റെ പ്രവചന സമയത്ത് പരിശുദ്ധ മാതാവ് ആ സഹനങ്ങളൊക്കെ ഉള്ളിലൊതുക്കിയതുപോലെ ജീവിതത്തിൽ ഏത് സഹനം വരുമ്പോഴും കർത്താവിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എൻ്റെ കർത്താവേ, പരിശുദ്ധ ദൈവമാതാവ് കർത്താവീശമിശിഹ കുരിശും വഹിച്ചുകൊണ്ട് യാത്രയാകുന്നത് കണ്ടിട്ട് ഈശോയെ ആശ്വസിപ്പിച്ചെന്നല്ലാതെ ഒരു തരത്തിലും അതിൽ നിന്ന് പിന്മാറാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഇതുപോലെ എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ, അവരെ ശക്തിപ്പെടുത്താൻ, അവരെ സമാധാനിപ്പിക്കാൻ അമ്മയോട് ചേർന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. കുരിശിൽ മരിച്ച കർത്താവീശമിശിഹായുടെ ആ അതിദാരുണമായ സമയത്ത് പോലും മാതാവേ, അമ്മ
ഒരു തരത്തിലും നിരാശപ്പെടാതെ, ഒരു തരത്തിലും പ്രാകാതെ അമ്മ മകനോട് ചേർന്ന് നിന്നല്ലോ, സഹരക്ഷകയായി തീർന്നല്ലോ. എൻ്റെ കർത്താവേ, ഈ ആരാധനാ സമയത്ത് പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ ദുഃഖിക്കുന്ന ഓരോരുത്തരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവരുടെ സഹനങ്ങളെ ഒരു കാഴ്ചയായി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ മരിച്ചിട്ട് ഒരുപക്ഷെ മക്കൾ മരിച്ചതിൻ്റെ ദുഃഖം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന മാതാപിതാക്കൾ, ജീവിത പങ്കാളിയുടെ മരണത്തിൽ വല്ലാതെ വിഷമിക്കുന്നവർ, പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ നിര്യാണത്തിൽ വേദനിക്കുന്ന മക്കൾ, ഇവരുടെയൊക്കെ സഹനങ്ങളെ ഒരു കാഴ്ചയായിട്ട് അമ്മയോട് ചേർന്ന് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് മക്കളെ നമുക്ക് 2 കരങ്ങളും ഉയർത്താം. 2 കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാം. നമുക്ക് സഹനങ്ങളെയൊക്കെ ഒരു കാഴ്ചയായി സമർപ്പിച്ച് കർത്താവിനെ ആരാധിക്കാം. സഹനങ്ങളെയൊക്കെ കാഴ്ചയായി സമർപ്പിച്ച് എൻ്റെ മക്കളെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക. സ്വരം ഉയർത്തി വിളിച്ചുണരട്ടെ, സ്വരം ഉയർത്തി വിളിച്ചുണരട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ. കൈകൾ കൂപ്പിക്കൊണ്ട് സഹനങ്ങളൊക്കെയും കാഴ്ചകളാക്കി കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കാം. എൻ്റെ കർത്താവേ, കുരിശിൽ മരിച്ച ഈശോയുടെ മൃതശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തിയപ്പോഴുള്ള സഹനത്തിൻ്റെ അങ്ങേ അറ്റമായിരുന്നല്ലോ മാതാവ് അനുഭവിച്ചത്. എന്നിട്ടും 2 കൈകളും നീട്ടി എല്ലാ സഹനങ്ങളെയും അമ്മ ജീവിതത്തിൽ സ്വീകരിച്ചതുപോലെ ഈശോയെ ഈ നിമിഷം ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുണ്ടാകുന്ന ഏത് തരത്തിലുള്ള സഹനങ്ങളായാലും പരിശുദ്ധ അമ്മയെപ്പോലെ കരങ്ങൾ നീട്ടി 2 കൈകളും നീട്ടി അത് സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. സഹനങ്ങൾ വരുമ്പോൾ പറ്റില്ല, വേണ്ട, എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ അമ്മേ മാതാവേ, അമ്മ കാണിച്ചു തന്ന മാതൃക ജീവിതത്തിൽ പകർത്തുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സഹനത്തിൻ്റെ മൂർത്തിമഭാവമായി തീർന്നുകൊണ്ട് പരിശുദ്ധ മാതാവേ, എല്ലാ സഹനങ്ങളെയും ജീവിതത്തിൽ സ്വീകരിച്ച് ഈശോയിലേക്ക് ഒരു കാഴ്ചയായി സമർപ്പിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. മക്കളെ 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ സഹനങ്ങളാണ്, രോഗത്തിൻ്റെ സഹനങ്ങൾ, വേദനയുടെ സഹനങ്ങൾ, ഇല്ലായ്മയുടെ സഹനങ്ങൾ, എല്ലാ തരത്തിലും സാമ്പത്തികമായ വിഷമത്തിൻ്റെ സഹനങ്ങൾ, ഏത് സഹനങ്ങളെയായാലും അതൊക്കെ കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക്, ദിവ്യ കാരുണ്യത്തിലേക്ക് ഒരു കാഴ്ചയായി നമുക്ക് സമർപ്പിക്കാം. എന്നിട്ട് ഉറക്കെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക. ദിവ്യ കാരുണ്യത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, വിളിച്ചുണരട്ടെ. ദൈവത്തിന്റെ ശക്തി കൊണ്ട് നമ്മൾ നിറയും, ദൈവത്തിന്റെ ശക്തി കൊണ്ട് നമ്മൾ പൂരിതമായി തീരും. വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ. കൈകൾ കൂപ്പി സഹനങ്ങളൊക്കെയും കാഴ്ചകളാക്കി കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കാം. മുട്ടുകൾ കുത്തിക്കൊണ്ട് സഹനങ്ങളൊക്കെയും കാഴ്ചകളാക്കി കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കാം. 2 കരങ്ങളും തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ സഹനങ്ങളെയൊക്കെ കാഴ്ചയായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ അനുഗ്രഹ ആശീർവാദം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കുകയാണ്, ഈശോ നമ്മളെ അഭിഷേകം ചെയ്യുകയാണ്. കർത്താവിനെ ചേർന്ന് ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അനുഗ്രഹിക്കണമേ.
കർത്താവേ, നിന്റെ തിരുവികാരത്തിന്റെ അഭിഷേകം ഈ നിമിഷം എല്ലാ ഭവനങ്ങളിലേക്ക് ഒഴുകട്ടെ കർത്താവേ. മാതാവോട് ചേർന്ന് നിന്നുകൊണ്ട് സഹിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഓരോ വേദനകൾ കർത്താവേ നിന്റെ കുരിശോട് ചേർത്ത് വയ്ക്ക്, അത് സഹിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഇതിന്റെ വലിയൊരു അഭിഷേകം ഈ നിമിഷം ഒഴുകട്ടെ കർത്താവേ, ഇതിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോസാപ്പൂവേ, റോസാപ്പൂവേ, സ്വർഗീയ